സാറേ, ബംഗ്ലാദേശിലെ ഈ സംവരണ പ്രക്ഷോഭം, അതായത് 1971 വിമോചന സമരത്തിൽ പങ്കെടുത്തവർക്ക് 30% സംവരണമാണ് അവിടെ തൊഴിലിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സംവരണം അത് നിർത്തലാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രക്ഷോഭമാണ്. ഒരാഴ്ചക്കിടയിൽ മരിച്ചത് 32 പേരാണ് മരിച്ചിട്ടുള്ളത്. വലിയ വ്യാപകമായ ആക്രമണം, പ്രക്ഷോഭമാണ് അവിടെ നടക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അത് ബാധിക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ബാധിക്കണമെന്നില്ല. എന്നാലും എന്താണ് ബംഗ്ലാദേശിലെ സ്ഥിതി? ഷെയ്ഖ് ഹസീനയെ അത് പ്രധാനമായിട്ടും എങ്ങനെ ബാധിക്കും? ബംഗ്ലാദേശിൽ പല എലിമെൻറ്റ്സ് കിടന്ന് കളിക്കുന്നുണ്ട്. അതിലൊന്ന് പാകിസ്ഥാനുണ്ട്, ചൈനയുണ്ട്, അമേരിക്കയുണ്ട്. ഷെയ്ഖ് ഹസീന കഴിഞ്ഞ തവണ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഇന്ത്യയുടെ അതിർത്തിയിൽ ഒരു ക്രിസ്ത്യൻ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക, ഒരു വെള്ളക്കാരെന്നവർ പറഞ്ഞു, അമേരിക്ക എന്ന് വിചാരിച്ചാൽ മതി, പെന്തക്കോസ്തുകാരാണ്, ഒരു സായിപ്പ് അവരെ സമീപിക്കുന്നുണ്ട്. അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഇലക്ഷന് നിങ്ങളുടെ വിജയം നമ്മൾ ഉറപ്പായി തരാം, എല്ലാ സേഫ്റ്റി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാം, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഞാൻ ഈ ഒരു കാര്യം നമ്മളെ സഹായിക്കണം. അവിടെ അങ്ങനെ രാജ്യം എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശിൽ നിന്ന് കാര്യമായ പ്രദേശങ്ങളൊന്നും പോയില്ല. കാരണം ഇസ്ലാമിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വലിയ പരിവർത്തനം നടക്കില്ല, തിരിച്ചു നടക്കില്ല. നടന്നത് മൊത്തം ഹിന്ദു ഡൊമിനേറ്റഡ് ഏരിയകളാണ്. ഹിന്ദു ഡൊമിനേറ്റഡ് ഏരിയ ഉള്ളത് ഇന്ത്യയിലാണ്, പിന്നെ കുറച്ച് ബർമയിലും ഉണ്ടാവും, ഈ ബുദ്ധിസ്റ്റുകളാണല്ലോ. അപ്പോൾ ആ പ്രദേശത്ത് ഒരു പെന്തക്കോസ്റ്റ് ക്രിസ്ത്യൻ, അങ്ങനെ പറയുന്നത് ക്രിസ്ത്യൻ രാജ്യം നന്നാൽ ഒരുപാട് നല്ല ക്രിസ്ത്യാനികളുണ്ട്. അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയാണ് നിങ്ങളുടെ എക്സ്പാൻഷൻ, ബേസിക്കലി ജീസസ് അങ്ങനെയുള്ളൊരു എക്സ്പാൻഷൻ ഒന്നും വിചാരിച്ച ആളെന്നാൽ കാര്യം മനസ്സിലായി നല്ലവനാണെന്ന് വിചാരിച്ചു എന്നാണ് ഇന്ന് മാത്രമേ ജീസസ് വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ വാക്ക് ഉപയോഗിച്ചില്ല. ഇത് പെന്തക്കോസ്റ്റ് എക്സ്പാൻഷനാണ്, അമേരിക്കൻ ബേസിൽ. പ്രൊട്ടസ്റ്റൻ്റുകാർ, പ്രൊട്ടസ്റ്റൻറ്റും കുറച്ചവരും ഉണ്ട്. ബേസിക്കലി ഇത് അമേരിക്കൻ സാധനമാണ്. പ്രൊട്ടസ്റ്റൻറ്റ്, പെന്തക്കോസ്റ്റ്, ഈ പറയുന്ന ബാപ്റ്റിസ്റ്റ്, നമ്മളെ കത്തോലിക്കർ അതിൽ മാറ്റി നിർത്തും. അപ്പം കത്തോലിക്കർ വേറൊരു രീതിയിലുള്ളത്, അത് ഇങ്ങനെ നല്ലത്. അപ്പോൾ അങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് ഗോള് അവിടെ അവർക്കുണ്ട്. കാരണം ഇന്ത്യനെയും ചൈനേനെയും അതേപോലെ തന്നെ ആരെയും ഇത് ഈ പറഞ്ഞിട്ടുള്ള ഇന്ത്യ, ചൈന ആൻഡ് ബംഗ്ലാദേശിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പം ഇതിന് ഷെയ്ഖ് ഹസീന സമ്മതിച്ചില്ല എന്ന് അവർ പറഞ്ഞു. മാത്രമല്ല ഈ രഹസ്യമായ പദ്ധതി ഷെയ്ഖ് ഹസീന പറഞ്ഞുകൊണ്ട് പബ്ലിക്കായി നമുക്കൊക്കെ അത് മുമ്പേ അറിയായിരുന്നു. RSS എന്തുകൊണ്ടാണ് ആ മേഖലയിൽ ഇത്രമാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഏകാധ്യാപക വിദ്യാലയങ്ങളെ സ്ഥാപിച്ച് ഇത്രമാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എനിക്കറിയാം. ഞാൻ കുട്ടിക്കാലം തൊട്ടേ ഈ സംഘത്തിൻ്റെ പുറത്തേരായിരുന്നു കേട്ട് വളർന്നു. വാപ്പയെ അവർ നമ്മളുടെ ഡിസ്കഷനിൽ ഇവർ, അപ്പോൾ കോൺഗ്രസും ഇവർ സംഘത്തിൻ്റെ ആളുകൾ, അപ്പം നല്ല ബന്ധമാണ് നാട്ടിൽ. അപ്പം നമ്മുടെ കുടുംബത്തിൽ ഇവർക്ക് നല്ല എൻ്റെ വാപ്പയൊക്കെ. അപ്പോൾ അത് കേട്ട് വളർന്ന ഒരാളാണ്. പക്ഷേ ഞാനൊന്നും ഇതുവരെ എവിടെയും തുറന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല. ധൈര്യം കാണിച്ചത് ഷെയ്ഖ് ഹസീനയുടെ പ്രസ്ഥാനം വന്നതിന് ശേഷം. അപ്പം ഈ പറയുന്ന പോലെ അപ്പോൾ അത് ഷെയ്ഖ് ഹസീന തുറന്നു വന്നിട്ട് ഇവരവരുടെ ശത്രുവായി. രണ്ടും ഓൾറെഡി ഇവരൊരു പ്രോ ഇന്ത്യ നിലപാടാണ് ഷെയ്ഖ് ഹസീന. അതിന് മുമ്പ് ഖാലിദാസിയ ആൻറ്റി ഇന്ത്യനായി. അപ്പോൾ ഈ പ്രോ ഇന്ത്യ നിലപാട് ചൈനയ്ക്ക് ഇഷ്ടമല്ല. അവർക്ക് വേണ്ടത് ആൻറ്റി ഇന്ത്യൻ ആയിട്ടുള്ള ഗവൺമെൻറ്റുകളെ പരമാവധി ഈ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ അമേരിക്കയ്ക്ക് അവിടെ ഇൻട്രസ്റ്റ് വരും, ചൈനയ്ക്ക് ഇൻട്രസ്റ്റ് വരും. ഇനി മൂന്നാമത്തെ പാകിസ്ഥാനാണ്. പാകിസ്ഥാനും ബംഗ്ലാദേശ് മുമ്പ് അവരുടെ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നല്ലോ, അല്ല അവരായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു പ്രദേശമാണ്. പക്ഷേ ഇസ്ലാം എന്നുള്ള ഒറ്റ ഘടകത്തിൻ്റെ പുറത്താണ് അവർ അവരുടെ മേഖലയായിട്ട് അത് വിലപേശി മേടിച്ചത്. പക്ഷേ സ്വാഭാവികമായിട്ട് അതിൻ്റെ സ്വാഭാവിക പരിണിതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന വിമോചന സമരം 71. അന്ന് ഒരുപാട് ബംഗ്ലാദേശികളാണ് ഈ പാകിസ്ഥാനിൽ നിന്ന് ഉറുദു സംസാരിക്കുന്ന പഞ്ചാബി സൈന്യം ഭീകരമായി കൊല ചെയ്തതും ബലാത്സംഗം ചെയ്തതൊക്കെ. അപ്പം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇന്ത്യനെ രണ്ട് സൈഡിൽ നിന്ന് ഒരു താലിബാനി ഭരണകൂടത്തിൻ്റെ പ്രഷർ ഇന്ത്യയിൽ വരണമെന്നുള്ളതാണ്. ഒന്ന് പാകിസ്ഥാനുണ്ട്. അഫ്ഗാനിസ്ഥാൻ ഒഫീഷ്യലി താലിബാനിസ്റ്റ് ഭരണകൂടം ആയതുകൊണ്ട് അവർക്ക് പരിധി കൂടുതൽ ഓപ്പൺ ആയിട്ട് ഇന്ത്യക്കെതിരെ കളിക്കില്ല. പിന്നെ അവർക്ക് നമ്മളൊരു കോമൺ ബോർഡറും ഇല്ല. അവർക്ക് നമ്മൾക്കും പരസ്പരം ഇടയിലുള്ള ബോർഡർ എന്ന് പറയുന്നത് പാക് അധിനിവേശിത കാശ്മീരാണ്. അത് തൽക്കാലം നമ്മുടെ കയ്യിലല്ലല്ലോ. അത് നേരിട്ടൊരു ടെറിറ്റോറിയൽ ത്രെട്ട് അഫ്ഗാനിസ്ഥാൻ നമുക്കില്ല. ബട്ട് വി ആർ ഫേസിങ് എ ത്രെട്ട് ഫ്രം പാകിസ്ഥാൻ. അപ്പോൾ ഇതേപോലെ ഒരു ത്രെട്ട് നമ്മളെ പിന്നെ കിഴക്കൻ സൈഡിലുണ്ടായാൽ നമുക്ക് ഒരേ സമയം 3 വാർ ഫ്രണ്ട് തുടക്കേണ്ടതായിട്ട് വരും. ബംഗ്ലാദേശുമായിട്ട് വേണ്ടി വരും, ചൈനയായിട്ട് വേണ്ടി വരും, ചൈനയായിട്ട് ഓൾറെഡി ഉണ്ട്, പിന്നെ ഈ പാകിസ്ഥാനായിട്ട്. അപ്പോൾ 3 വാർ ഫ്രണ്ട്, 3 വാർ തിയേറ്ററിനകത്ത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഒരേ സമയം നമ്മളെപ്പോലെ രാജ്യത്തിന് 3 വാർ ഫ്രണ്ട് തുറക്കാന്നുള്ളത്. ഇങ്ങനെ ഒരു ഉദ്ദേശം പാകിസ്ഥാനുണ്ട്. അപ്പോൾ ഈ എലിമെൻറ്റ്സ് എല്ലാം കൂടി അവിടെയുള്ള ഈ യുവാക്കളെ ഇറക്കി വിട്ടിരിക്കുകയാണ്. സത്യത്തിൽ ഈ 30% കോട്ടയിൽ എന്താണ് പ്രശ്നം? ആ രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി ജീവത്യാഗം ചെയ്തവരുടെ കുടുംബത്തിൽ എത്ര ആളുകളാണ് ഭീകരമായി കൊല ചെയ്യപ്പെട്ടത്? അപ്പോൾ അതിനെപ്പറ്റി സിനിമകൾ പിന്നെ ഇന്ത്യയിൽ തന്നെ വെബ് സീരീസൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ കൊല ചെയ്യപ്പെട്ട ആളുടെ കുടുംബം എന്തെങ്കിലും റെക്കഗ്നിഷൻ വേണ്ടേ? അന്ന് പാകിസ്ഥാന് വേണ്ടി കൊലൂതിയ ആളുകൾക്കാണ് എല്ലാ പൊസിഷനും.
കാരണം വെച്ചാൽ ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവന്മാരാണ് ആ ടോപ്പിലുള്ളത്. ഭരണം മാറിയെന്നുള്ളത് മുജീബ് റഹ്മാൻ കുറേയൊക്കെ അത് പിന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവരൊക്കെ മാറ്റാൻ ശ്രമിച്ചു. എങ്കിലും ഇവർക്ക് ഡോമിനൻസ് ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ ആ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ട് ജീവൻ വെടിഞ്ഞവരുടെ പീഡനമേറ്റ ആളുകളുടെ ആ പീഡനത്തിൻ്റെ കഥയൊക്കെ ലജ്ജ നോവൽ വായിച്ചാൽ മനസ്സിലാവും. അതാണ് അവന്മാർക്ക് ഇത്ര കൊണ്ടാ നോവൽ. അവർക്ക് എന്തെങ്കിലും റെക്കഗ്നീഷൻ നമ്മൾ കൊടുക്കണ്ടേ? അതാണ് അതിൻ്റെ അതവർ അർഹിക്കും. ഇപ്പോൾ ഇന്ത്യയിലാണ് അങ്ങനെ ഇല്ലാത്തത്. സ്വാതന്ത്ര്യ സേനാനികളുടെ കുടുംബത്തിന് എന്ത് തരത്തിലുള്ള സംഭരണമാണ് ഇവിടെ ഉള്ളത്? ഇവിടെ ആ സമയത്ത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് പിന്നെ ഇന്ത്യക്കാരെ അടിച്ചോടിക്കാനും ഇന്ത്യക്കാരെ ജയിലടിക്കാനും മർദ്ദിക്കാനും കൊല്ലാനും കൂട്ടുനിന്നവന്മാരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് ഇന്ത്യയെ ഡോമിനേറ്റ് ചെയ്യുന്ന ആളുകൾ, ഉദ്യോഗസ്ഥരുടെ ഭൂരിപക്ഷവും. അല്ല ഇതിനകത്ത് പറയട്ടെ ഇത് പറയാൻ നമുക്കുള്ള ഞാൻ ഫ്രീഡം ഫൈറ്റർ കുടുംബത്തിൽ നിന്നാണ്. ഇവിടെ ആകപ്പാട് നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഒരു സ്വാതന്ത്ര്യ സമര പെൻഷൻ കൊടുത്തിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യ സമര പെൻഷൻ തന്നെ താമ്രപത്രം വലിയ കാര്യമൊന്നുമില്ല. വേറെ സൂക്ഷിച്ചു വെക്കുക. ഒരു ജീവിക്കാൻ നിങ്ങൾക്കൊരു പെന്നെ നോക്കിയോ ഫക്കുന്നു യു ആർ സോ ഗ്രേറ്റ് എന്ന് വല്ല കാര്യമുണ്ടോ? ശരി, പക്ഷെ അതല്ലല്ലോ, ജീവിക്കാൻ എന്തെങ്കിലും വേണ്ടേ? അതല്ലേ വേണ്ടത്. ഇവരൊക്കെ തന്നെ ഉള്ള സ്വത്ത് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു പല ആളുകളുടെയും. അവിടെ അത് തന്നെ ചെയ്തത്. പിന്നെ ആ സമയത്ത് കോൺഫിസ്കേറ്റ് അതൊക്കെ തിരിച്ചു കൊടുത്തു എങ്കിൽ പോലും. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ആ സ്വത്തൊന്നും തിരിച്ചു കിട്ടിയിട്ടൊന്നുമില്ല പലതും. പല കുടുംബങ്ങളും തകർന്ന് തരിപ്പടമായി. അല്ല, പ്രധാനപ്പെട്ട ആളൊക്കെയാണ് ബ്രിട്ടീഷുകാർ വെടിവെച്ച് വന്നത്. കാരണം ഇവർ മിലിറ്റൻ്റ് മൂവ്മെൻറ്റിലൊക്കെ ഭഗത് സിംഗിൻ്റെ കൂടെയൊക്കെ ആകൃഷ്ടരായപ്പോൾ ആ പഞ്ചാബിലേക്കാണ് കൂടുതലും ഉള്ളത്. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ അന്ന് ആ ഭാഗമായി ഇതിനൊക്കെ കൂട്ടുനിന്ന ഇതിന് നേതൃത്വം ഒറ്റുകാരായുടെ മക്കളും ആണ് ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. അവരുടെ ഇടയിൽ ഈ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ നാടിന് വേണ്ടി നിലകൊണ്ട ആളുകളുടെ കുടുംബത്തിന് എന്തോ സംഭരണം കൊടുക്കണ്ടേ? ബാക്കി സകലത്തിന് സംഭരണം ഉണ്ടല്ലോ. അന്ന് പല ജാതി സംഘടനകളും ബ്രിട്ടീഷുകാരെ സഹായിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വളരെ അപൂർവ സംഘടനകൾ മാത്രമേ മാറി നിന്നിട്ടുള്ളൂ കാരണം അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട്. അത് ഇന്ത്യയിലില്ല, ഭാഗ്യത്തിന് അത് ബംഗ്ലാദേശിലുണ്ട്. അത് ഇടയ്ക്ക് അവർ നിർത്തിവെച്ചു. അത് കാലിദാസ് അവർക്ക് 18 നിർത്തിവെച്ചു. ഷെയ്ഖ് ഹസീനുള്ള സമയത്ത് തന്നെ നിർത്തിവെച്ചു. ഈ പ്രക്ഷോഭം കൊണ്ടായിരിക്കാം. പിന്നെ ഇപ്പോൾ കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് പുനഃസ്ഥാപിക്കണം. അതിനെതിരെയാണ് ഇപ്പോൾ എലിമെന്റ്. അപ്പം 2018 നിയമം റദ്ദാക്കുന്നത്. 2018 പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ സുപ്രീം കോടതി 7-ാം തീയതി പരിഗണിക്കുന്നുണ്ട്. പക്ഷേ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വിദ്യാർത്ഥികളാണ് പ്രക്ഷോഭത്തിൻ്റെ. അല്ല, വിദ്യാർത്ഥികളെ ഇളക്കി വിവരമല്ലല്ലോ. വിദ്യാർത്ഥികൾ നിങ്ങൾ വലിയ സംഭവം എന്നൊക്കെ പറയുമ്പോൾ യുവാക്കളും വിദ്യാർത്ഥികൾ വലിയ സംഭവം എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് വിവരമല്ല. ഇവരെ ഇളക്കി വിടാമല്ലോ. ഇവർക്ക് ആ നാടിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി എന്താ അറിയാം? ആ നാടിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി വലിയ ജീവൻ ബലികഴിപ്പിച്ച ആളുകളെ പറ്റി അവർക്ക് എന്താ? നിങ്ങൾ ഇവിടെയുള്ള ആളുകളെ തന്നെ ചോദിച്ചു അവർക്ക് എന്താ അറിയാം? അവർ വിചാരം കാലാകാലം ഇന്ത്യ എങ്ങനെയായിരുന്നു എന്നാണ്. അവർ വിചാരം കാലാകാലം ബംഗ്ലാദേശ് അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ അവർ നോക്കുമ്പോൾ എന്താണ് അവർക്ക് കിട്ടാത്ത ഒരു പ്രത്യേക പദവി അല്ലെങ്കിൽ പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഇവർ കിട്ടുന്നു. അവരെ ഡിസേർവ് ചെയ്യുന്നതാണ്. ആദ്യം നല്ല പങ്ക് താലിബാനിസ്റ്റുകളായിരിക്കും. ഒരു 3 തലമുറ 4 തലമുറെങ്കിലും ഈ സംഭരണം കൊടുക്കണം. കാരണം ഒരുപാട് ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് അവർ ത്യാഗം സഹിച്ച മാത്രമേ ഇപ്പം ത്യാഗം സഹിച്ചെങ്കിലും ക്യാഷ് ഉണ്ടായ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ക്യാഷ് ഇല്ലാതെ ദരിദ്രരായി കിടക്കുന്ന ആളുകൾ. അപ്പോൾ ഈ സ്വാതന്ത്ര്യ മക്കളും ഒക്കെ പൊതുവെ തെരുവ് ആധാരമായി നടക്കുമ്പോൾ ഇതിനെ അടിച്ചമർത്താൻ നിന്നവർ അവരുടെ മക്കളും പിന്നെ കളക്ടർമാരും എഞ്ചിനീയർമാരുമായിട്ട് വരികയാണ്. പലരും ഉഡ്ഡായിപ്പ് പിന്നെ റെക്കമെൻഡേഷനിലൂടെയൊക്കെ കയറിയതാണ്. ഞാൻ പല ആളുകളെ എടുത്ത് പറയുകയാണെങ്കിലും ഇവിടുത്തെ കഥയിൽ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ അത് അവരെ ഡിസേർവ് ചെയ്യുന്നതാണ്. ഒരു 4 ആൽബം വരെയെങ്കിലും കൊടുക്കണം. എന്നിട്ട് വേണമെങ്കിലും എടുത്ത് മാറ്റിക്കണം. അന്നത്തേക്ക് അവരും കയറി വരും. അത് ഈ ഷെയ്ഖ് ഹസീന കുറേ നാളുകളായി തുടർച്ചയായി അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖാലിദ് സിയടയ്ക്ക് ഭരിച്ചെന്നല്ലാതെ തുടർച്ചയായി ഭരിച്ചുകൊണ്ട് അവരെ അപായപ്പെടുത്തണം അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കണം എന്നുള്ള ഒരു ചിന്തയൊക്കെ ഈ പ്രശ്നം അത് മുമ്പുണ്ടല്ലോ. ഒരു മിലിറ്ററി കൂ തന്നെ സംഭവിച്ചല്ലോ അവർക്കെതിരെ. അതിനുശേഷം അവർ മൊത്തം സാനിറ്റൈസ് ചെയ്തു. അവരുടെ വീട് ആക്രമിക്കപ്പെട്ടിരുന്നു, ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെട്ടിരുന്നു. അത് പക്ഷേ ഇന്ത്യയുടെ വലിയ സപ്പോർട്ട് അവർക്ക് ഉണ്ടായിരുന്നു. കാരണം ഭാരതദാസിയെ നമുക്കെതിരെ നമുക്ക് തലവേദനയായിരുന്നു. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ എൻക്ലേവുകളുടെ പ്രശ്നമൊക്കെ അവരായിട്ട് നമ്മൾ വളരെ കോടിയ റിലേഷൻഷിപ്പാണ് നമ്മൾ അവരായിട്ട്. കാരണം അവർ ജീവിച്ചിരിക്കാൻ കാരണം തന്നെ നമ്മളാണ്. ആ രാജ്യം ഉണ്ടാകാൻ കാരണം നമ്മളാണ്. അവർക്കറിയാം. പക്ഷേ അവരുടെ ആളുകളുടെ ഇന്ത്യ വിരുദ്ധ വികാരം എതിരാണ്. ബിക്കോസ് ഇത് ഹിന്ദു രാജ്യമാണ്. മറ്റേത് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്. ഈ മുസ്ലിങ്ങളോട് ഹിന്ദുക്കൾ എന്ത് ചെയ്തത് എനിക്ക് മനസ്സിലായി. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ കുരിശ് യുദ്ധമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം. ഈ മുസ്ലിങ്ങളോട് ഹിന്ദുക്കൾ എന്താ ചെയ്തത്? അല്ല, ഇത് ഹിന്ദു രാജ്യമായതുകൊണ്ട് ഈ രാജ്യത്തിനോടുള്ള വെറുപ്പ്. പാകിസ്ഥാന് വെറുപ്പ് എന്ന് വെച്ചാൽ വേറെ വെറുപ്പാണ്. അത് അവരുടെ വർഗീയ തന്നെ വെറുപ്പാണ്. ഈ ബംഗ്ലാദേശുകാർക്ക് എന്താ പ്രശ്നം? അവരെ ആ രാജ്യം ഉണ്ടാക്കാൻ സഹായിച്ചത് നമ്മൾ. അവരെ ഇപ്പോൾ പ്രധാനമന്ത്രിയെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഓരോ കാലത്തും ഒരു സഹായം വേണ്ട സമയത്ത് നമ്മൾ ചെയ്യുന്നത്. പാകിസ്ഥാൻ അവിടെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചു. അവരെ ഓരോ കുടുംബത്തിൽ ബലാത്സംഗം ചെയ്ത ആളുകളെ കൊന്നും പാകിസ്ഥാൻ. ആ പാകിസ്ഥാനോടാണ് അവർക്ക് ഈ പറയുന്ന സോക്കോൾഡ് യുവജനതയ്ക്ക് സ്നേഹം അല്ലെങ്കിൽ മിഡിൽ ക്ലാസിന് സ്നേഹം. അതെങ്ങനെയാണ് ശരിയാവുക?
അതിന് ലോജിക്ക് എന്താ? ചരിത്രം അറിയുന്നില്ലല്ലോ. ചരിത്രം അറിയണമല്ലോ, അറിയണമല്ലോ. ഇത് ചരിത്രം അറിയാത്ത ജനത വരുമ്പോൾ ദുരന്തമാണ്. ഇത് ഒരുപാട് ദൂരമൊന്നും ഇല്ലല്ലോ. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ പോലെ ഇത് സ്കൂളുകളിൽ അവരുടെ സ്വാതന്ത്ര്യ സമരം വൈഎസ്ആർ നടത്തിയ അടിച്ചമർത്തലും നമ്മൾ നൽകിയ സഹായമൊന്നും ഈ ഗാലിദാസിയുടെ കണ്ടറിൽ വലിയ രീതിയിൽ പഠിപ്പിച്ചിട്ടില്ല ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ആ ജനറേഷനാണ് ഇപ്പം ഉള്ള ഒരു മിഡിൽ ക്ലാസ് 40-45 വയസ്സുള്ള ആളുകളൊക്കെ. ഇത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? നമുക്ക് തൽക്കാലം പ്രശ്നമൊന്നുമില്ല. നമ്മുടെ എന്തെങ്കിലും ചെറിയ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കൊക്കെ പ്രശ്നം ഉണ്ടാവുന്നേ ഉള്ളൂ. പക്ഷെ അത് പിന്നെ ഇത് മൂർച്ഛിച്ച് കാളിദാസിയൊക്കെതിരായിട്ട് വികാരമായി മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് നമുക്ക് തലവേദനയാവും. നമുക്ക് തേർഡ് വാഫിന്റെ ഒരു തുറക്കേണ്ട ഒരു അവസ്ഥ വരും. അതാണ് ഒരു പ്രശ്നം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന 30% സമ്മാനം കിട്ടി വരുന്ന ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ കുടുംബത്തില്ല. അവർക്ക് ഇന്ത്യയോട് ഒരു മമതയൊക്കെ ഉണ്ടാവും. അത് മറ്റേ ആളുകൾക്ക് ഉണ്ടാവില്ല ഈ പാക് സപ്പോർട്ടിൽ വരുന്ന ആളുകൾ. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. തൽക്കാലം നമുക്ക് ഭീഷണിയില്ല, പക്ഷേ അത് ഭീഷണിയാൻ സാധ്യതയുണ്ട്. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.